സ്മാർട്ട് ആയിട്ടുള്ള ഒരു സേവിംഗ് പ്ലാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി ആ ഒരു സോളാറിന്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടും വേറെ കുറെ പ്രോഫിറ്റുകൾ നമുക്ക് വരികയാണ്. അപ്പൊ എന്തുകൊണ്ടായാലും നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ജോ ഇൻഫ്രാ സൊല്യൂഷന്റെ കമ്പനി ഓണർ ജോയൽ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ജോയൽ, എന്തൊക്കെ പ്രോഫിറ്റ് ആണ് നമ്മൾ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ഒരു വീട്ടിൽ ഉണ്ടാവുന്ന നല്ല നല്ല എന്താ പറയാ പ്രോഫിറ്റ് എന്തൊക്കെയാണ്? നമുക്ക് മെയിൻലി ഇപ്പൊ എല്ലാവർക്കും അറിയാം, കറണ്ട് ബില്ല് തന്നെയാണ് ഫസ്റ്റ് നമ്മുടെ സേവിങ്സ് ആയിട്ട് വരുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രയോറിറ്റി സേവിങ്സ് അത് തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇൻഡക്ഷൻ യൂസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, മന്ത്ലി 1-2 സിലിണ്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും. അപ്പൊ നമുക്ക് സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ഷനിലേക്ക് മാറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാസിന്റെ ഒരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു എമൗണ്ട് ഉണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ ഒരു 4000 രൂപ കറണ്ട് ബില്ല്, പിന്നെ ഒരു 1800 ഒക്കെ ഒരു സിലിണ്ടർ റേറ്റ്. അതെ അതെ, 2 സിലിണ്ടർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ അതിന്റെ ഡബിൾ ആണ് നമുക്ക് അത് സേവ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു EV, ഫോർ എക്സാമ്പിൾ ഒരു EV യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂവൽ കോസ്റ്റ് നമുക്ക് ടോട്ടലി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പെട്രോൾ അടിക്കണ്ട. അപ്പൊ എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ലിനെ മാത്രമല്ല നമുക്ക് ഇത് സേവ് ചെയ്യുന്നത്. നമുക്ക് കറണ്ട് ബില്ല് സേവ് ചെയ്യുന്നുണ്ട്, ഗ്യാസ് സേവ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി, പെട്രോൾ, ഫ്യൂവൽ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു ഓപ്ഷൻ മാത്രമല്ല, നമുക്ക് സേവിങ്സ് നോക്കുമ്പോ പല ഓപ്ഷൻസ്. ഒരു മാസം ഒരു 10000 രൂപയിൽ കൂടുതൽ മാറ്റി വെക്കാൻ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് സാധിക്കും. അത് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അതൊക്കെ നമ്മൾ വെക്കുന്ന സിസ്റ്റം അനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 5 കിലോവാട്ട് ആണ് സിസ്റ്റം ചെയ്യണമെങ്കിലാണ് നമുക്ക് ഒരു 10,000 വരെ സേവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോ EVയുടെ ചാർജിങ് ആണെങ്കിൽ നമ്മൾ നോക്കണം ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ള വണ്ടികൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സാധാരണ വീട് പണിയുമ്പോ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടോ, അതോ എപ്പോ വേണമെങ്കിലും, അതായത് വീടിന് എത്ര പഴക്കമുണ്ടെങ്കിലും ഇതിന്റെ സോളാർ പാനൽസ് ചെയ്യാൻ പറ്റും? എപ്പോ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ പുതിയ വീട് പണിയുമ്പോൾ നമുക്ക് ഇനീഷ്യലി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ കൺസീൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ ഈ കേബിൾ പൈപ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരുന്നതിന് പകരം നമുക്ക് കൺസീൽഡ് ആയിട്ട് കുറച്ചും കൂടി നമുക്ക് നീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വീട് പണിയുമ്പോൾ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ഫിനിഷിംഗ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അത് പുതിയ വീടുകൾക്ക് മാത്രമല്ല, നമുക്ക് ഏത് വീട്ടിലും നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സോളാർ എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റ് നമ്മൾ അഡ്വർടൈസ്മെന്റ്സിലൂടെ ആണോ അവയർനെസ്സിലൂടെ ആണോ കൂടുതൽ ആളുകൾ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? രണ്ടുണ്ട്. അതായത് കുറെ പേർക്ക് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിയാൻ തോന്നുന്നു അല്ലെ? അതെ അതെ, ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാര് അവെയർ ആണ് നമ്മള് സോളാറിന്റെ ഒരു അഡ്വാൻറ്റേജസ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഗവൺമെന്റ് സൈഡിൽ നിന്ന് തന്നെ നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സബ്സിഡി ആണെങ്കിലും അല്ല നമുക്ക് ലോൺ ഓപ്ഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് നല്ലൊരു ഓപ്ഷൻസ് ആണ്, നമ്മള് സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രിവിലേജസ് കൊടുക്കുന്നത് അതായത് നിങ്ങൾ വെൻഡേഴ്സിലൂടെ ആണോ, അതോ ഇത് ഓൾറെഡി ഇത് വാങ്ങുന്ന ബയേഴ്സിന് ഡയറക്റ്റ് ആയിട്ടാണോ? നമുക്ക് സബ്സിഡി കിട്ടുന്നത് കസ്റ്റമർക്കാണ്. ആരാണോ കസ്റ്റമർ അവരുടെ അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് നമുക്ക് സബ്സിഡി വരുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള അപ്രൂവ്ഡ് വെൻഡേഴ്സ് ത്രൂ ചെയ്താൽ മാത്രമാണ് സബ്സിഡി കിട്ടുള്ളൂ. ഇപ്പോ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ KSEB നമ്മൾ അപ്രൂവ്ഡ് വെൻഡർ ആണ്. ഓക്കെ, നൈസ്. അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് സ്മാർട്ട് സേവിങ്സിന് സോളാർ എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടാവും. ഇനിയും ഇതുപോലത്തെ കുറെ വീഡിയോസ് കാണാനായിട്ട് എന്തായാലും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.